എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിടിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പിടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 കപ്പ് വറുത്ത അരിപ്പൊടി ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ നൈസായ പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടിയിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. മൊത്തത്തിൽ 2 പിടി തേങ്ങയാണ് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൈകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഈ ഉരുളി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് പിടിയിലേക്ക് വേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3/4 ടീസ്പൂൺ ജീരകം, ഇത്രയും സാധനങ്ങളാണ്. മിക്സിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. 4 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിക്കകത്തും കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ചില നാട്ടിലൊക്കെ ഉള്ളവർ ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാറില്ല. അങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യം ഇതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് നോക്കുക. കറിവേപ്പിലയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് പിടിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ചൂടായ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉരുളി ഇരിക്കുന്ന അടുപ്പിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഒരു ഫാനിൻ്റെ കീഴെ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. അതിനുശേഷം ചൂട് മാറുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിടിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴയ്ക്കാൻ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിടിയുടെ കൂട്ടിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ എടുത്ത് ചെറിയ ബോളുകളാക്കി എടുക്കാം. വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ചെയ്യുവാണെങ്കിൽ പിടിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പിടിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തിളപ്പിച്ച കൂട്ടിൻ്റെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം ഒരു തേങ്ങയുടെ പാല് 1-ാം പാലും 2-ാം പാലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 2-ാം പാലിൻ്റെ പകുതിയും കൂടെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളകൾ ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ചെറിയ ഉരുളകളാണെങ്കിൽ അത്രയും കൂടെ നല്ലതായിരിക്കും. ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന മുഴുവൻ ഉരുളകളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം 1-2 പ്രാവശ്യം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റിനകം പിടിയൊക്കെ വെന്ത് കിട്ടും. വെന്ത് വരുമ്പോൾ കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറി വരും. കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഒരു ബോൾ എടുത്ത് കഴിച്ചു നോക്കുകയോ മുറിച്ചു നോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വെന്തെന്ന് മനസ്സിലാക്കാം. പിടി ഇതുപോലെ വെന്ത് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിപ്പൊടിയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഈ കൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ അരിപ്പൊടിയുടെ മിക്സൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നേരത്തെ എടുത്തു വെച്ചിരുന്ന 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
കുറച്ച് കുറുകിയിരിക്കുന്ന പിടിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചാറ് പോലെയുള്ള പിടിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സാധാരണ കോഴിക്കറിയുടെ കൂടെയോ വറുത്തരച്ച കോഴിക്കറിയുടെ കൂടെയോ കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.